പൊന്നാനി KSRTC ഡിപ്പോ യാത്രക്കാരോട് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം പൊന്നാനി KSRTC ഡിപ്പോയിൽ തുടരുന്ന യാത്രക്കാരെ വലക്കുന്ന അനാസ്ഥകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഡിപ്പോക്ക് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. നിർത്തലാക്കിയ സർവീസുകൾ പുനഃസ്ഥാപിക്കുക, സർവീസിന് പുതിയ ബസ്സുകൾ കൊണ്ടുവരിക, ജീവനക്കാരുടെ കുറവ് നികത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി TK അഷ്റഫ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പല ഷെഡ്യൂളുകളില്ല. ചമ്മറോട്ടം പാതയിൽ കൂടെ എത്രയോ മണിക്കൂറുകൾ കാത്തിരുന്നാലും ബസ്സില്ലാത്ത അവസ്ഥയുണ്ട്. KSRTC പഴയ ബസ് വെച്ച് ഓടിച്ചോടിച്ച് കണ്ടം ചെയ്ത ബസ്സുകൾ പിന്നെയും ഓടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഈ യൂണിറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യാൻ ഞങ്ങൾക്കൊരു പുറത്തുമില്ല. അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ ഡ്രൈവർമാരില്ല, കണ്ടക്ടർമാരില്ല. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ഈ യൂണിറ്റ് ഓഫീസർ എന്നുള്ളവർക്ക് നിങ്ങൾ ഇത് ഉറക്കം തൂങ്ങുകയാണോ? ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആളുകൾ പൊന്നാനിക്കാർ മുഴുവൻ ആശ്രയിച്ചിരുന്ന, പൊന്നാനിയിലെ എടപ്പാളിലെയും ചങ്ങരംകുളത്തെ ആളുകൾ ആശ്രയിച്ചിരുന്ന സൂപ്പർ ഫാസ്റ്റ് മാറ്റിപ്പോൾ പ്രീമിയർ ആക്കിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആക്കിയിട്ടുള്ളത്? പൊന്നാനി സ്റ്റാൻഡിൽ വന്നാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് എടപ്പാള്, അത് കഴിഞ്ഞാൽ പിന്നെ കുന്നംകുളം, ചങ്ങരംകുളം നിർത്തണില്ല. ഈ ബസ് അടിയന്തരമായി സൂപ്പർ ഫാസ്റ്റ് ആക്കി ഇവിടെ ഓടിക്കണം. ഇവിടെ ചന്തപ്പടിയിലും ചമ്രടംശയിലും ഒക്കെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ച് അത് പ്രീമിയർ ഞങ്ങൾക്ക് വേണ്ട. ഈ ബസ് ഞങ്ങൾക്ക് പ്രീമിയർ വേണ്ട. അതിനുള്ള എടപ്പാൾ കൂടെ പോകുന്ന ഒരുപാട് പ്രീമിയർ ബസ്സുകളുണ്ട്. ഇത് പൊന്നാനിയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ആക്കിയിട്ട് പുനഃസ്ഥാപിക്കണം അടിയന്തരമായി. ഉടനെ നിങ്ങളെ ബന്ധപ്പെട്ട നിങ്ങൾ അധികാരികളുമായി പറയണം, ഞങ്ങൾ നാട്ടുകാർ യാത്രക്കാർക്ക് ആർക്കും അങ്ങനെ പ്രീമിയർ ബസ് വേണ്ട. പ്രീമിയർ ബസ് വേറെ ഓടിച്ചോളി. മണ്ഡലം പ്രസിഡന്റ് K ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. M അബ്ദുൽ ലത്തീഫ്, കൗൺസിലർമാരായ KP സോമൻ, K ശ്രീകല, PC കോയ, P സദാനന്ദൻ, K മുരളീധരൻ, V വസുന്ധരൻ, K സലാം, S മുസ്തഫ, T അരവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.